നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാല് വെച്ച് ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും നെയ്യും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുന്നതെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആദ്യം പാലിൽ നിന്നും ക്രീം എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. അതിന് ഞാൻ 1 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ലോ ഫ്ലെയിമിൽ അല്പം വലിയ പാത്രത്തിലാണ് തിളപ്പിക്കാൻ വച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ ആ പാല് തിളച്ച് വറ്റുന്നല്ലാതെ പാല് ഒരിക്കലും തിളച്ച് പുറത്തേക്ക് പോവില്ല. ഇത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതങ്ങനെ അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫുൾ ഫാറ്റ് പാലായിരിക്കണം. ടോൺഡ് മിൽക്കോ സ്കിംഡ് മിൽക്കോ ആവരുത്. ആ പാല് ചൂടാറിയപ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. എന്നിട്ട് ഒരു പിറ്റേന്ന്, അതായത് 10-12 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാടയെല്ലാം അതിൻ്റെ കോരിയെടുക്കാം. ഒരു ദിവസം ഫുള്ള് ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടിയിൽ നമുക്ക് ആ ക്രീം കിട്ടും. ആ ക്രീം മാറ്റിയ പാല് നമുക്ക് ചായക്കെടുക്കാം. പാലായിട്ട് കുടിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുൾ ഫാറ്റ് പാലും വലിയവർക്ക് ഫാറ്റ് കുറഞ്ഞ പാലും ആയിരിക്കും നല്ലത്. ഈ മാറ്റിയ ക്രീം തന്നെയാണ് ഫ്രഷ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നത്. മാറ്റിയ ആ ക്രീം നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. നന്നായിട്ട് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ക്രീമൊക്കെ താഴെ ഇങ്ങനെ വീഴുന്ന ക്രീം ഉണ്ടല്ലോ, അതാണ് വിപ്പിംഗ് ക്രീം. അത് നമുക്ക് ഈ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ക്രീം തേക്കൂലേ, അതായത് വിപ്ഡ് ക്രീം ഉണ്ടാക്കാനായിട്ട് ഇതെടുക്കാം. ഇനി ഫ്രഷ് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആ പാലിൽ നിന്നും കോരിയെടുത്ത പാട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട്, പിന്നെ പാല് പോരാന്നുണ്ടെങ്കിൽ അല്പം കൂടി പാലൊഴിച്ചിട്ട് ഈ ചെറിയ ബൗളുണ്ടല്ലോ, അത് കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് കഴുകി ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിക്കാം. എന്നിട്ട് ഒരു 8-10 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഫ്രഷ് ക്രീമായി. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളിൽ മിക്കതിലും ഈ ഫ്രഷ് ക്രീം ചേർക്കുന്നത് കാണാം. ഫാറ്റ് കുറഞ്ഞ ഫ്രഷ് ക്രീം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ആ അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് ആ അരിച്ച് കിട്ടുന്ന ക്രീം ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്രഷ് ക്രീം ഉണ്ടാക്കാം. ഇനി ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ച പാൽപ്പാടയാണിത്. ഇത് നമുക്ക് എങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഫ്രൈ പാൻ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം. ഇത് ഞാൻ ഓരോ ദിവസം കിട്ടുന്ന പാട കളക്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ്. 2-3 മാസം കൂടുമ്പോഴാണ് എനിക്ക് ഇത്രയും പാട കിട്ടാറുള്ളൂ. നെയ്യാക്കുന്നതിന് 3-4 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് വയ്ക്കും. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ മാറുമ്പോൾ അധികം തണുപ്പ് മാറാതെ തന്നെ അതിങ്ങനെ ഉരുക്കി നമുക്ക് നെയ്യാക്കിയെടുക്കാം. ഇത് ഉരുക്കി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ചണ്ടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആ നെയ്യിനും അങ്ങനത്തെ ഒരു ടേസ്റ്റ്, കരിഞ്ഞ ടേസ്റ്റ് വരും. 1 മണിക്കൂറിലും കൂടുതൽ വേണ്ടി വന്നു എനിക്കിങ്ങനെ നെയ്യായി കിട്ടാനായിട്ട്. ഇനി നമ്മളതൊന്ന് അരിച്ച് മാറ്റണേണ്. ഒരു 300 ഗ്രാമിനേലും കൂടുതൽ നെയ്യ് എനിക്ക് കിട്ടി. ആ അരിപ്പയിലും ആ ഫ്രൈ പാനിലും ധാരാളം നെയ്യ് അടങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് അല്പം തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അത് നമുക്ക് അരിച്ച് സൂക്ഷിച്ചെടുത്ത് വയ്ക്കാം. അത് കേടാവാതെ പുറത്തൊരു 3-4 ദിവസം ഇരുന്നോളും. നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തി ഭട്ടൂരൊക്കെ കുഴക്കാനായിട്ട് അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വീണ്ടും ഇതൊന്നും കൂടെ ഉരുക്കി നെയ്യാക്കിയെടുക്കാം. സ്കിംഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ കൊഴുപ്പ് മാറ്റിയ പാലാണ് കേട്ടോ. ടോൺഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ആ സ്കിംഡ് പാലിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ മിൽക്ക് പൗഡറും വെള്ളവും കൂടി ചേർത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചിലവില്ലാതെ നമുക്ക് ഫ്രഷ് ക്രീമും വിപ്ഡ് ക്രീമും ബട്ടറും നെയ്യൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്